ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന VIP മണ്ഡലമായ ഗാസിയാബാദിൽ ഇത്തവണ കടുത്ത മത്സരത്തിലൂടെ ഭരണകക്ഷിയെ തളച്ചിട്ട കോൺഗ്രസ് നേതാവാണ് ഡോളി ശർമ്മ. ഹിന്ദു മുസ്ലിം ചർച്ചയ്ക്ക് അവസരം കൊടുക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും ഉത്തർപ്രദേശിൽ ജനകീയ വികസന വിഷയങ്ങളിൽ ബി.ജെ.പിയെ തളച്ചിട്ട ആളുകൂടെയാണ് ഡോളി ശർമ്മ. കേന്ദ്രത്തിലെയും ഉത്തർപ്രദേശിലെയും ബി.ജെ.പി സർക്കാരുകൾ ഗാസിയാബാദിലെ വോട്ടർമാർ കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ 15 വർഷവും ഗാസിയാബാദിൽ ബി.ജെ.പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ദേശീയ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചായിരുന്നു. അതിൽ ജനങ്ങൾ അങ്ങേയറ്റം നിരാശയിലാണ്. റോഡുകളിലെ ശോചനാവസ്ഥയും ആശുപത്രികളുടെയും സ്കൂളുകളുടെയും അഭ്യരാപ്തതയും, നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിലും തെരുവിളക്കുകളില്ല, പല ഭാഗങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമെന്നും ഡോളി ശർമ്മ വ്യക്തമാക്കി. നിലവിലുള്ള MP-യോട് മാത്രമല്ല, കേന്ദ്രത്തിലെയും UP-യിലെയും ബി.ജെ.പി സർക്കാരുകളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വളരെ ശക്തമായിരുന്നു. എപ്പോഴും മോദിയുടെ പേരിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നതെന്നും ഇത്തവണ മോദിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി വന്നാൽ മതിയെന്നും ബി.ജെ.പി നേതാക്കന്മാരോട് വോട്ടർമാർ പറഞ്ഞു. ബി.ജെ.പി ആരെ നിർത്തിയാലും ജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന ഗാസിയാബാദ് പോലുള്ള മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ച ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്നത് കോൺഗ്രസിന് നേട്ടമായി കരുതുന്നു എന്നും ഡോളി ശർമ്മ പറയുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മോദി എന്തും ചെയ്യുമെന്നും വോട്ടിന് വേണ്ടി കഴിയുന്നത്രയും അവർ ചെയ്തിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പുൽവാമ അടക്കമുള്ളവയിൽ നിന്ന് നാം കണ്ടതാണെന്നും ഡോളി ശർമ്മ വ്യക്തമാക്കി.